രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ബില്ല് അയച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ഇനി അക്കാര്യത്തിലൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് ഇങ്ങനെ ബില്ലുകൾ ഗവർണർക്ക് അയക്കാമോ? നിലവിലുള്ള നിയമപ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം അത്തരം ബില്ലുകൾ വരുന്ന പക്ഷം ഗവർണർക്ക്. പക്ഷേ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ളൊരു വിഷയത്തിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ബില്ല് അയച്ചത് ഗവർണറുടെ രാഷ്ട്രീയ താല്പര്യമാണ്. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നമ്മുടെ ശരീരത്തോട് പൊരുതുന്നത് എന്നതുപോലെ ഗവർണർ കുറെ കാലങ്ങളായി ഈ സർക്കാരിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ബില്ലുകൾ. ഇപ്പോൾ രാഷ്ട്രപതി വിത്ത്ഹെൽഡ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ബില്ലുകൾ. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. അത് VC കണ്ടെത്തുന്ന സെർച്ച് പാനലാണെങ്കിലും ശരി, രണ്ടാമത്തത് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതാണെങ്കിലും അപ്പലേറ്റ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലയിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.